ഹായ് ഫ്രണ്ട്സ്, ജൂലൈ 12-ന് കേരള PSC നടത്താനിരിക്കുന്ന ഫയർമാൻ ഫയർവുമൺ പരീക്ഷയുടെ 50 ദിവസത്തെ മെഗാ റിവിഷൻ ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 2-ാം ദിവസത്തെ ക്ലാസ് ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ സിലബസിൽ നിന്നും ആദ്യത്തെ ടോപ്പിക്കായിട്ടുള്ള കേരള ചരിത്രം എന്ന ടോപ്പിക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ടോപ്പിക്കുകളാണ്. അതായത് യൂറോപ്യന്മാരുടെ വരവ്, യൂറോപ്യന്മാരുടെ സംഭാവനകൾ, അതുപോലെ തന്നെ മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലം തുടങ്ങിയ വളരെ തിരുവിതാംകൂർ രാജാക്കന്മാരെ കുറിച്ചൊരു സെക്ഷൻ, അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും മാർക്ക് ഒരുപാട് പ്രാവശ്യം അവിടുന്ന് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതുമായിട്ടുള്ള ടോപ്പിക്കുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ക്ലാസ്സിൽ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട ഓവറോൾ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ബാക്കിയുള്ളത് അടുത്ത ഒരു ക്ലാസ്സോടുകൂടി നമ്മൾ എടുക്കുന്നതായിരിക്കും. അങ്ങനെ കേരള ചരിത്രം നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അതുമാത്രമല്ല, ഇന്നത്തെ ക്ലാസ്സിൻ്റെ അവസാനത്തിൽ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ റാപ്പിഡ് ഫയർ സെക്ഷൻ ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെലക്റ്റീവ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കേരള ചരിത്രത്തിൽ നിന്നും ചോദിച്ചിട്ടുള്ളത്, അതും ഫയർമാൻ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ലാസ്റ്റ് സെക്ഷനിൽ വെച്ചിട്ടുള്ളത്. നിങ്ങൾ ആ ഒരു ഭാഗം കൂടി കറക്റ്റായിട്ട് കാണുക. രണ്ടും കൂടെ ആകുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും വീണ്ടും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കേരളത്തിൻ്റെ യൂറോപ്യന്മാരുടെ വരവ്, യൂറോപ്യന്മാരുടെ സംഭാവന, മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെയുള്ള തിരുവിതാംകൂറിൻ്റെ ചരിത്രം. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ തന്നെ ടോപ്പിക്കാണ് ആധുനിക തിരുവിതാംകൂർ. ആധുനിക തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ ചോദ്യം, തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ പഴയ പേര്. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ പഴയ പേര് തൃത്താപ്പൂർ സ്വരൂപം. തൃത്താപ്പൂർ സ്വരൂപം. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ പഴയ പേരാണ് തൃപ്പാത്തൂർ സ്വരൂപം. അടുത്തത്, വഞ്ചിഭൂപതി എന്നറിയപ്പെട്ടിരുന്ന രാജാക്കന്മാർ. വഞ്ചിഭൂപതി എന്ന് അറിയപ്പെട്ടിരുന്ന രാജാക്കന്മാരാരാണ്? തിരുവിതാംകൂർ രാജാക്കന്മാരെയാണ് വഞ്ചിഭൂപതി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അടുത്തത്, തിരുവിതാംകൂറിലെ മുഖ്യമന്ത്രിമാർ എന്നറിയപ്പെട്ടിരുന്നവരെ എങ്ങനെയാണ് അറിഞ്ഞിരുന്നത്? ദളവ എന്ന പേരിൽ, അല്ലെങ്കിൽ ദിവാൻ എന്ന പേരിലാണ് തിരുവിതാംകൂറിലെ മുഖ്യമന്ത്രിമാർ അറിയപ്പെട്ടിരുന്നത്. തിരുവിതാംകൂർ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് ശ്രീ പത്മനാഭദാസന്മാർ എന്ന പേരിലാണ്. ശ്രീ പത്മനാഭദാസന്മാർ എന്ന പേരിലാണ് തിരുവിതാംകൂർ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത്. അടുത്തത്, കേരളത്തിലെ ആദ്യ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് എവിടെ? കേരളത്തിലെ ആദ്യ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് തിരുവിതാംകൂറിലാണ്. ഉത്തരം തിരുവിതാംകൂർ. അടുത്തത്, നായർ ബ്രിഗേഡ് എന്ന പട്ടാളം എവിടുത്തേതാണ്? ഉത്തരം തിരുവിതാംകൂർ. നായർ ബ്രിഗേഡ് എന്ന പട്ടാളം എവിടുത്തേതാണ്? തിരുവിതാംകൂറിലെ ആണ് നായർ ബ്രിഗേഡ് എന്ന പേരിൽ പട്ടാളം അറിയപ്പെട്ടിരുന്നത്. തിരുവിതാംകൂറിൻ്റെ ദേശീയ ഗാനം വഞ്ചീശമംഗളമാണ്. തിരുവിതാംകൂറിൻ്റെ ദേശീയ ഗാനം വഞ്ചീശമംഗളം. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നം ശംഖ്. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നം എന്താണ്? ശംഖ്. അടുത്തത്, തിരുവിതാംകൂറിലെ ആദ്യത്തെ എഴുതപ്പെട്ട നിയമസംഹിത. തിരുവിതാംകൂറിലെ ആദ്യത്തെ എഴുതപ്പെട്ട നിയമസംഹിത ചാട്ടവാരിയോലകൾ. ചാട്ടവാരിയോലകളാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ എഴുതപ്പെട്ട നിയമസംഹിത. ചാട്ടവാരിയോലകൾ എഴുതി തയ്യാറാക്കിയതാരാണ്? ദിവാൻ മൺട്രോയാണ്. ദിവാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണെന്നാണ് വേണ്ടത്? തിരുവിതാംകൂറിലെ മുഖ്യമന്ത്രിമാരെ ദളവ അല്ലെങ്കിൽ ദിവാൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ചാട്ടവാരിയോലകൾ എഴുതിയത് ആരാണെന്നാണ് ചോദ്യം. ഉത്തരം ദിവാൻ മൺട്രോ.
തിരുവിതാംകൂറിൽ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സമ്പ്രദായം വന്നത് ആരാണ്? കേണൽ മൺറോയാണ്. തിരുവിതാംകൂറിൽ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സമ്പ്രദായവും കൊണ്ടുവന്നത് ആരാണ്? കേണൽ മൺറോയാണ്. അദ്ദേഹം തന്നെയാണ് ചാട്ടവാരിയോലകൾ എഴുതി തയ്യാറാക്കിയത്. തിരുവിതാംകൂറിൻ്റെ നെല്ലറ ഏതാണ്? നാഞ്ചിനാട്. തിരുവിതാംകൂറിൻ്റെ നെല്ലറയാണ് നാഞ്ചിനാട്. ശ്രീ പത്മനാഭ വഞ്ചിപാല മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച രാജാവ്? മാർത്താണ്ഡവർമ്മ. അടുത്തത്, ഹിരണ്യഗർഭം എന്ന ചടങ്ങ് ആരംഭിച്ചത്? ഹിരണ്യഗർഭം എന്ന ചടങ്ങ് ആരംഭിച്ചത് ആരാണ്? മാർത്താണ്ഡവർമ്മ. ഉത്തരം മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിനോട് ആറ്റിങ്ങൽ കൂട്ടിച്ചേർത്ത വർഷം? 1730. തിരുവിതാംകൂറിനോട് ആറ്റിങ്ങൽ കൂട്ടിച്ചേർത്ത വർഷം 1770. 1736 മാർത്താണ്ഡവർമ്മയുടെ തടവിൽ നിന്നും കിടന്നു മരിച്ച കൊട്ടാരക്കര രാജാവ് ആരാണ്? 1736 മാർത്താണ്ഡവർമ്മയുടെ തടവിൽ കിടന്നു മരിച്ച കൊട്ടാരക്കര രാജാവ്? വീരകേരളവർമ്മ. ഉത്തരം വീരകേരളവർമ്മ. ഉദയഗിരി കോട്ട പുതുക്കി പണിത ഭരണാധികാരി? മാർത്താണ്ഡവർമ്മ. ഉദയഗിരി കോട്ട പുതുക്കി പണിത ഭരണാധികാരി? മാർത്താണ്ഡവർമ്മ. ഉദയഗിരി കോട്ട നിർമ്മിച്ച ഭരണാധികാരി? വീരരവിവർമ്മ. വീരരവിവർമ്മ. 1742 മാർത്താണ്ഡവർമ്മ കായംകുളം രാജാവുമായി ചേർന്ന് ഒപ്പുവെച്ച ഉടമ്പടി? മാന്നാർ ഉടമ്പടി. മാന്നാർ ഉടമ്പടി. കൊട്ടാരക്കര തിരുവിതാംകൂറിലേക്ക് ലയിപ്പിച്ച ഭരണാധികാരി? മാർത്താണ്ഡവർമ്മ. കൊട്ടാരക്കര തിരുവിതാംകൂറിലേക്ക് ലയിപ്പിച്ച ഭരണാധികാരി ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഏത് വർഷമാണ്? 1741 കൊട്ടാരക്കര തിരുവിതാംകൂറിനോട് ലയിപ്പിച്ചത്. മാർത്താണ്ഡവർമ്മ കിളിമാനൂർ പിടിച്ചെടുത്ത വർഷം? 1742. 1742. തെക്കുംകൂർ വടക്കുംകൂർ എന്നിവ തിരുവിതാംകൂറിനോട് ചേർത്ത ഭരണാധികാരിയുമാരാണ്? മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മ കായംകുളം അല്ലെങ്കിൽ ഓടനാട് എന്നും ചോദ്യം വരാൻ സാധ്യതയുണ്ട്. മാർത്താണ്ഡവർമ്മ കായംകുളം അഥവാ ഓടനാട് പിടിച്ചെടുത്തത് ഏത് യുദ്ധത്തിലാണ്? 1746 നടന്ന പുറക്കാട് യുദ്ധത്തിലാണ് മാർത്താണ്ഡവർമ്മ കായംകുളം പിടിച്ചെടുത്തത്. അടുത്തത്, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ സംസ്ഥാനവുമായി ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടി ഏതായിരുന്നു? വേണാട് ഉടമ്പടി. ആധുനിക അശോകൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവ്? മാർത്താണ്ഡവർമ്മ. ആധുനിക അശോകൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മ. നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് ആരാണ്? മാർത്താണ്ഡവർമ്മ. ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യ ഇന്ത്യൻ രാജാവ്? മാർത്താണ്ഡവർമ്മ. ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യ ഇന്ത്യൻ രാജാവ്? മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രി? പള്ളിയാടി മല്ലൻ ശങ്കരൻ. മാർത്താണ്ഡവർമ്മയുമായുള്ള യുദ്ധത്തിൽ കായംകുളം രാജാവിൻ്റെ സേനയ്ക്ക് നേതൃത്വം നൽകിയത്? എരുവയിൽ അച്യുത വാരിയർ. കൃഷ്ണശർമ്മൻ ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ ആസ്ഥാന കവി ആയിരുന്നു? ഉത്തരം മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന കവി ആരായിരുന്നു? കൃഷ്ണശർമ്മൻ. ഉത്തരം കൃഷ്ണശർമ്മൻ. തിരുവിതാംകൂറിൽ പതിവ് കണക്കു സമ്പ്രദായം അഥവാ ബജറ്റ് കൊണ്ടുവന്നത് ആരാണ്? മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിൽ പതിവ് കണക്കു സമ്പ്രദായം കൊണ്ടുവന്നത് ആരാണ്? മാർത്താണ്ഡവർമ്മ. അടുത്തത് നമ്മൾ കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നോക്കുന്നത്. ശ്രദ്ധിക്കാം. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധം? കുളച്ചൽ യുദ്ധം. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധം കുളച്ചൽ യുദ്ധം. എന്നാണ് കുളച്ചൽ യുദ്ധം നടന്നത്? 1741 ഓഗസ്റ്റ് 10. മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ? ഡിനലോയി. തിരുവിതാംകൂറിൻ്റെ സർവ്വസൈന്യാധിപനായ വിദേശി? ഡിലനോയി. തിരുവിതാംകൂറിൻ്റെ സർവ്വസൈന്യാധിപനായ വിദേശി ഡിനലോയി. വലിയ കപ്പിത്താൻ എന്ന പേരിലും
ഡിനലോയ് അറിയപ്പെടുന്നു. വലിയ കപ്പിത്താൻ എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നു. ഡിനലോയിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലെ തക്കലയ്ക്കടുത്തുള്ള ഉദയഗിരി കോട്ടയിലാണ് ഡിനലോയിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് മാർത്താണ്ഡവർമ്മയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. 1729 മുതൽ 1758 വരെയാണ് മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം. 1729 മുതൽ 1758 വരെ. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലഘട്ടമാണ് 1729 മുതൽ 1758 വരെ. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നും മാർത്താണ്ഡവർമ്മ അറിയപ്പെടുന്നു. ആധുനിക തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് മാർത്താണ്ഡവർമ്മ. ആധുനിക തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന ആരാണ്? മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിന്റെ ആസ്ഥാനം കൽക്കുളം. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിന്റെ ആസ്ഥാനം ഏതാണ്? കൽക്കുളം. അടുത്തത് നമ്മൾ ഹോർത്തൂസ് മലബാറിക്കസിനെ കുറിച്ചാണ് നോക്കുന്നത്. ഹോർത്തൂസ് മലബാറിക്കസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSC പരീക്ഷകളിൽ ചില ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. മലബാറിലെ ഔഷധ സസ്യങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ് ആര് തയ്യാറാക്കിയതാണ്? ഡച്ചുകാരാണ് തയ്യാറാക്കിയത്. ആ പുസ്തകത്തിൽ എന്താണ് പറയുന്നത്? മലബാറിലുള്ള ഔഷധ സസ്യങ്ങളെ പറ്റിയാണ് ഹോർത്തൂസ് മലബാറിക്കസിനകത്ത് വിവരിച്ചിരിക്കുന്നത്. ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കിയത് ഏത് ഭാഷയിലാണ്? ലാറ്റിൻ ഭാഷയിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കിയിട്ടുള്ളത്. കേരള രാമം എന്നറിയപ്പെടുന്ന ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. കേരള രാമം. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച സ്ഥലം ആംസ്റ്റർഡാമാണ്. ഹോർത്തൂർ മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത് എവിടെയാണ്? ആംസ്റ്റർഡാമിലാണ്. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച വർഷം 1678 1703 കാലഘട്ടത്തിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത്. 1678 1703 ഇടയ്ക്ക് 12 വാല്യങ്ങളായിട്ടാണ് ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആദ്യ വൃക്ഷം ഏതാണ്? തെങ്ങാണ്. ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആദ്യത്തെ വൃക്ഷം ഏതാണ്? തെങ്ങ്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ മലയാളം പതിപ്പ് പ്രസിദ്ധീകരണത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കേരള സർവകലാശാല. മലയാള ഭാഷ അച്ചടിച്ച ആദ്യ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. മലയാളത്തിൽ അച്ചടിച്ച ആദ്യ വാക്ക് തെങ്ങെന്നാണ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം തയ്യാറാക്കാൻ നേതൃത്വം നൽകിയ ഡച്ച് ഗവർണറാണ് അഡ്മിറൽ വാൻഡ്രീസ്. ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തതാരാണ്? KS മണിലാലാണ്. ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതാരാണ്? KS മണിലാൽ. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയിൽ സഹായിച്ച മലയാളി വൈദ്യൻ ഇട്ടി അച്യുതൻ. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയെ സഹായിച്ച ഗൗഡസാര സ്വാതന്ത്ര്യ ബ്രാഹ്മണരാരാണ്? രംഗഭട്ട്, അപ്പു ഭട്ട്, വിനായക് ഭട്ട്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയെ സഹായിച്ച പുരോഹിതനാണ് ജോൺ മാത്യൂസ്. ഉത്തരം ജോൺ മാത്യൂസ്. അടുത്തത് നമ്മൾ നോക്കുന്നത് എട്ടര യോഗം എന്താണെന്ന് നോക്കാം. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭരണനിർവഹണ സമിതിയായിരുന്നു എട്ടര യോഗം. ദേവസ്വം കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ 8 പോറ്റിമാർക്കും ഓരോ വോട്ട് വീതവും മഹാരാജാവിന് അര വോട്ട് വീതവുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ തിരുവിതാംകൂർ നമുക്കറിയാം, തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭരണനിർവഹണ സമിതിയുടെ പേരായിരുന്നു എന്ത്? എട്ടര യോഗമെന്ന്. അതിൽ 8 പോറ്റിമാർക്ക് വീതം ഓരോ വോട്ടും മഹാരാജാവിന് അര വോട്ടുമാണ് ഉണ്ടായിരുന്നത്. അടുത്തതാണ്
എട്ടുവീട്ടിൽ പിള്ളമാർ. ക്ഷേത്രം വക വസ്തുക്കൾ 8ആയി ഭാഗിച്ച് കരം പിരിക്കുന്നതിനും മറ്റുമായി ഓരോ ഭാഗവും ഓരോ നായർ മാടമ്പിമാരെ ഏൽപ്പിച്ചു. ഈ നായർ മാടമ്പിമാരെ എട്ടുവീട്ടിൽ പിള്ളമാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കുളത്തൂർ, കഴക്കൂട്ടം, ചെമ്പഴന്തി, കുടമൺ, പള്ളിച്ചൽ, വെങ്ങാനൂർ, രാമനാമഠം, മാർത്താണ്ഡമഠം എന്നിങ്ങനെ വ്യത്യസ്തമായ 8 ഗ്രാമങ്ങളിലെ കുടുംബക്കാരായിരുന്നു ഏത്? എട്ടുവീട്ടിൽ പിള്ളമാർ. എട്ടുവീട്ടിൽ പിള്ളമാരെ അമർച്ച ചെയ്ത തിരുവിതാംകൂർ ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേരള ചരിത്രത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് തൃപ്പടിത്താനം. എന്താണ്? തൃപ്പടിത്താനം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. തൃപ്പടിത്താനം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മ തൃപ്പടിത്താനം നടത്തിയത് 1750 ജനുവരി 3-നാണ്. 1766 രണ്ടാം തൃപ്പടിത്താനം നടത്തിയത് ധർമ്മരാജയാണ്. ഉത്തരം ധർമ്മരാജ. അടുത്തത് തൃപ്പടിത്താനം എന്ന കൃതി രചിച്ചത് ഉമാമഹേശ്വരിയാണ്. അടുത്തത് മുറജപം, ഭദ്രദീപം എന്നീ ടോപ്പിക്കുകളാണ്. ഏതൊക്കെയാണ്? മുറജപം, ഭദ്രദീപം. അതിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം, ഭദ്രദീപം എന്നിവ ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. രാജ്യത്തിൻ്റെ ഐശ്വര്യത്തിനായി 6 വർഷത്തിലൊരിക്കൽ, എത്ര വർഷത്തിലൊരിക്കൽ? 6 വർഷത്തിലൊരിക്കൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടത്തിവരുന്ന ഉത്സവമാണ് മുറജപം. ഇതൊരു ചെറുചടങ്ങായിരുന്നു. ഭദ്രദീപം എന്ന് പറഞ്ഞാൽ വർഷത്തിൽ 2 വീതം നടത്തിവരുന്ന ഒരു ചടങ്ങിനെയാണ് ഭദ്രദീപം എന്ന് അറിയപ്പെടുന്നത്. മുറജപം ആദ്യമായി ആഘോഷിച്ചത് 1750-ലാണ്. മുറജപം അവസാനമായി ആഘോഷിച്ചത് 2013-2014 വർഷങ്ങളിലാണ്. മതിലകം ഗ്രന്ഥവരി ഏതു നാടുമായി ബന്ധപ്പെട്ടതാണ്? തിരുവിതാംകൂർ. മതിലകം രേഖകൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത് തിരുവിതാംകൂറിൽ ആദ്യമായി ഭൂസർവേ നടത്തിയതാരാണ്? മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചിപ്ലാവ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപം. എവിടെയാണ്? നെയ്യാറ്റിൻകരയിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപമാണ് അമ്മച്ചിപ്ലാവ്. അമ്മച്ചിപ്ലാവിലാണ് മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്നത്. പള്ളിയാടി മല്ലൻ ശങ്കരൻ വസ്തുവകകളെ ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരവക എന്നിങ്ങനെ 4ആയി തരംതിരിച്ചു. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭരണ സൗകര്യത്തിനായിട്ട് തിരുവിതാംകൂറിനെ 15 മണ്ഡപത്തും വാതുക്കൽ താലൂക്കുകളായിട്ടും വിഭജിച്ചിട്ടുണ്ട്. അടുത്തത് പൊന്മന അണ, പുത്തനണ എന്നീ അണക്കെട്ടുകൾ നിർമ്മിച്ച ഭരണാധികാരി ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. കള്ളക്കടത്ത് തടയാൻ അതിർത്തിയിൽ ചൗക്കകൾ, പണ്ട് ചെക്ക് പോസ്റ്റിന് ചൗക്കകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്, അതും ഏർപ്പെടുത്തിയതാരാണ്? മാർത്താണ്ഡവർമ്മയാണ്. കേരളത്തിലെ അശോകൻ എന്നറിയപ്പെടുന്ന ആരാണ്? വിക്രമാദിത്യൻ വരഗുണനാണ്. തിരുവിതാംകൂറിലെ അശോകൻ എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിലെ അശോകൻ ആരാണ്? മാർത്താണ്ഡവർമ്മ. കേരളത്തിലെ അശോകൻ വിക്രമാദിത്യ വരഗുണൻ. അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിലെ അശോകൻ എന്നറിയപ്പെടുന്നത് അമോഘവർഷനാണ്. ഇനി പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ, തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിച്ചിരിക്കേണ്ടതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതുമായ കുറച്ച് വർഷങ്ങളും യുദ്ധങ്ങളുടെ പേരുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. പ്രധാന യുദ്ധങ്ങൾ. 1504-ലാണ് കൊടുങ്ങല്ലൂർ യുദ്ധം നടന്നത്. 1504 കൊച്ചിയും കൊടുങ്ങല്ലൂരും തമ്മിലായിരുന്നു യുദ്ധം. അത് കഴിഞ്ഞ് 1510 കോഴിക്കോട് യുദ്ധം നടന്നു. 1510 കോഴിക്കോട് യുദ്ധം, പോർച്ചുഗീസും സാമൂതിരിയും തമ്മിൽ നടന്ന യുദ്ധമാണ് കോഴിക്കോട് യുദ്ധം. 1510 1634 ഏതാണ്? കണിയങ്കുളം യുദ്ധം.
അതായത് തിരുമല നായ്ക്കനും വേണാടും തമ്മിൽ നടന്ന യുദ്ധമാണ് കണിയങ്കുളം യുദ്ധം. 1634 നടന്നത്. അടുത്ത 1741 കുളച്ചൽ യുദ്ധം മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് നടന്നത്. 1746 പുറക്കാട് യുദ്ധം മാർത്താണ്ഡവർമ്മയും തിരുവിതാംകൂർ രാജാക്കന്മാരും തമ്മിൽ നടന്നു. അതുപോലെ തന്നെ 1754 ആനന്ദേശ്വരം യുദ്ധം കൊച്ചിയും തിരുവിതാംകൂറും തമ്മിൽ നടന്നു. 1778 കൊടുങ്ങല്ലൂർ യുദ്ധം നടന്നത്. അത് ഹൈദരാലിയും ഡച്ചുകാരും തമ്മിലാണ് നടന്നത്. അടുത്തത് മ്യൂറൽ പടോക. മ്യൂറൽ പടോക എന്താണെന്ന് നോക്കാം. പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിതതാരാണ്? മാർത്താണ്ഡവർമ്മയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിച്ചതാരാണ്? മാർത്താണ്ഡവർമ്മ. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മ്യൂറൽ പെയിൻറ്റിങ് വരപ്പിച്ചതാരാണ്? അതും മാർത്താണ്ഡവർമ്മയാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ടും തിരുവിതാംകൂറിലെ യുദ്ധം, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ചില വിദേശ ശക്തികൾ, അവരെക്കുറിച്ച് പഠിച്ചത്. ഇനി അടുത്തത് നമ്മൾ യൂറോപ്യന്മാരുടെ വരവ്, അവരുടെ സംഭാവനകൾ തുടങ്ങിയ കാര്യങ്ങളാണ് അടുത്ത ടോപ്പിക്ക്. അത് നോക്കാം. അറൈവൽ ഓഫ് യൂറോപ്യൻസ് അല്ലെങ്കിൽ എന്താണ്? യൂറോപ്യന്മാരുടെ ആഗമനം, അതുപോലെ തന്നെ യൂറോപ്യൻസിൻ്റെ സംഭാവനകൾ എന്തൊക്കെ, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ആദ്യത്തെ പോയിന്റ് നോക്കിയേ, വാസ്കോഡ് ഗാമ. ചോദ്യോത്തര രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്. എളുപ്പമായിട്ടുള്ള ഭാഗമാണ്, ശ്രദ്ധിച്ചിരിക്കുക, മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് എളുപ്പം സാധിക്കും. ആദ്യത്തേത് വാസ്കോഡ് ഗാമ ആദ്യമായി ഇന്ത്യയിലെത്തിയ വർഷം. ചെറുപ്പത്തിൽ നമ്മൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. 1498 വാസ്കോഡ് ഗാമ ആദ്യമായിട്ട് ഇന്ത്യയിലെത്തിയത്. ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യന്മാരാരാണ്? പോർച്ചുഗീസുകാരാണ്. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആരാണ്? വാസ്കോഡ് ഗാമ. വാസ്കോഡ് ഗാമ ഇന്ത്യയിലേക്കുള്ള ഐതിഹാസികമായ യാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ്? ലിസ്ബണിൽ നിന്നാണ്. വാസ്കോഡ് ഗാമ ഇന്ത്യയിൽ വന്നിറങ്ങിയ സ്ഥലം ഏതാണ്? കാപ്പാട്. 1498 കാപ്പാടാണ് വന്നിറങ്ങിയത്. വാസ്കോഡ് ഗാമ സഞ്ചരിച്ച കപ്പലിൻ്റെ പേരെന്താണ്? സെന്റ് ഗബ്രിയേൽ. വാസ്കോഡ് ഗാമ രണ്ടാമതായി ഇന്ത്യയിലെത്തിയ വർഷം 1502. വാസ്കോഡ് ഗാമ രണ്ടാമതായി ഇന്ത്യയിലെത്തിയ വർഷം 1502. വാസ്കോഡ് ഗാമ മൂന്നാമതായി ഇന്ത്യയിലെത്തിയ വർഷമാണ് 1524. വാസ്കോഡ് ഗാമ പോർച്ചുഗീസ് വൈസ്രോയിയായി ഇന്ത്യയിലെത്തിയ വർഷം 1524. അദ്ദേഹം അന്തരിച്ച വർഷവും 1524. ഡിസംബർ 24 മരിച്ചത്, അന്തരിച്ചത്. അടുത്തത് വാസ്കോഡ് ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്ത പള്ളി ഏതാണ്? കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളി. വാസ്കോഡ് ഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും കൊണ്ടുപോയ വർഷം 1539. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി അല്ലെങ്കിൽ അധിപൻ പോർച്ചുഗലിലേക്ക് എന്ന് അറിയപ്പെട്ടതാരാണ്? വാസ്കോഡ് ഗാമയാണ്. വാസ്കോഡ് ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം എവിടെയാണ്? ഗോവയാണ്. വാസ്കോഡ് ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനാരാണ്? പെട്രോ അൽവാരസ് കബ്രാൾ. കൊച്ചിയിലെ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികനാരാണ്? കബ്രാൾ. ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികൻ ആരാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. SCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ചോദ്യവും കൂടിയാണ്. ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികൻ ആരാണ്? ബർത്തലോമിയോ ഡയസ് ആണ് ആഫ്രിക്കയിലെ
ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികൻ. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? ഫ്രാൻസിസ്കോ ഡി അൽമേഡ. അടുത്തത്, ബ്ലൈവാട്ടർ പോളിസി നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അൽമേഡ. കണ്ണൂരിലെ സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചതാരാണ്? അൽമേഡയാണ്. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായി അറിയപ്പെടുന്ന വൈസ്രോയി ആരാണ്? അൽബൂബക്കർ. ഇന്ത്യയിൽ മിശ്ര കോളനി വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിച്ച പോർച്ചുഗീസ് വൈസ്രോയി. ഇന്ത്യയിൽ മിശ്ര കോളനി വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള വൈസ്രോയി ആരാണ്? അൽബൂബക്കറാണ്. പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റിയ വൈസ്രോയി ആരാണ്? അൽബൂബക്കർ. കോഴിക്കോട് നഗരം ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അൽബൂബക്കർ. മാനുവൽ കോട്ട പണി കഴിപ്പിച്ച പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്ക്. അടുത്തത്, ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ട. കൊച്ചിയിലെ മാനുവൽ കോട്ട. ഇന്ത്യയിലെ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ട ഏതാണ്? മാനുവൽ കോട്ട. ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന യൂറോപ്യൻ നിർമ്മിതി ഏതാണ്? പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, കൊച്ചിൻ കോട്ട, ആയക്കോട്ട, അഴീക്കോട്ട എന്നെല്ലാം അറിയപ്പെടുന്ന മാനുവൽ കോട്ടയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന യൂറോപ്യൻ നിർമ്മിതി. കുഞ്ഞാലി മരക്കാരുടെ ആക്രമണം നേരിടാൻ 1531 പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ട ഏതാണ്? ചാലിയം കോട്ടയാണ്. അടുത്തത്, ചാലിയം കോട്ട പണി കഴിപ്പിച്ച പോർച്ചുഗീസ് ഗവർണർ ആരാണ്? ന്യൂനോ ഡ കുൻഹ. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യ ഏതാണ്? ഗോതിക് ശൈലി എന്നതാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി തന്നിട്ടുള്ള വാസ്തുവിദ്യ ശൈലി. അടുത്തത്, കൊച്ചി രാജാവായിരുന്ന വീരകേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ നിർമ്മിച്ചു നൽകിയ കൊട്ടാരം ഏതാണ്? മട്ടാഞ്ചേരി പാലസ്. കൊച്ചിയിലും വൈപ്പിനിലും അച്ചടിശാല നിർമ്മിച്ച വിദേശ ശക്തി പോർച്ചുഗീസുകാർ. അതുപോലെ തന്നെ കൈതച്ചക്ക, പപ്പായ, കശുവണ്ടി, പേരയ്ക്ക, ആത്തയ്ക്ക, വറ്റൽമുളക്, പുകയില, മരിച്ചീനി എന്നിവയെല്ലാം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. ക്രിസ്തീയ കലാരൂപമായ ചവിട്ടുനാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചതും ജനകീയമാക്കിയതും ആരാണ്? പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാരുടെ സംഭാവനയാണ് ചവിട്ടുനാടകം, ക്രിസ്തീയ കലാരൂപമായിട്ടുള്ള ചവിട്ടുനാടകം. ഇന്ത്യയിൽ ആദ്യമായി യൂറോപ്യൻ സ്കൂൾ ആരംഭിച്ചത് എവിടെയാണ്? കൊച്ചിയിലാണ്. കേരളത്തിലെ പോർച്ചുഗീസ് ആക്രമണങ്ങളെക്കുറിച്ച് സൂചന നൽകുന്ന ഷെയ്ഖ് സൈദുദ്ദീൻ രചിച്ച കൃതി ഏതാണ്? തുൽഹത്തുൽ മുഹാബുജീൻ. അടുത്തത്, പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിയും ഒപ്പുവെച്ച സന്ധി ഏതൊക്കെയാണ്? കണ്ണൂർ സന്ധിയും പൊന്നാനി സന്ധിയും. അടുത്തത്, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1602. ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം 1595. ഡച്ചുകാർ കൊല്ലം പിടിച്ചെടുത്ത വർഷം 1658. അടുത്തത്, വ്യാപാരത്തിനായി ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യൻ ശക്തിയാണ് ഫ്രഞ്ചുകാർ. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1664. കേരളത്തിലെ ഫ്രഞ്ച് താവളം സ്ഥിതി ചെയ്യുന്നത് മാഹിയിലാണ്. ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം ഏതാണ്? പോണ്ടിച്ചേരി. പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് ഗവർണർ ഫ്രാങ്കോയി മാർട്ടിൻ. 1668 ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണ്? സൂററ്റിലാണ്. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെട്ട കേരളത്തിലെ നദി മയ്യഴിപ്പുഴ. ഇന്ത്യയിലെ ഫ്രഞ്ച് പതനത്തിന് കാരണമായ യുദ്ധം വാണ്ടീവാഷ് യുദ്ധം. ഇന്ത്യയിലെ ഫ്രഞ്ച് പതനത്തിന് കാരണമായ യുദ്ധം
വാണ്ടീവാഷ് യുദ്ധം 1760. അടുത്തത് 18-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നടന്ന കർണാട്ടിക് യുദ്ധങ്ങൾ ഏതൊക്കെ ശക്തികൾ തമ്മിലായിരുന്നു? ബ്രിട്ടനും ഫ്രാൻസും തമ്മിലായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അറൈവൽ ഓഫ് യൂറോപ്യൻസ് അഥവാ യൂറോപ്യന്മാരുടെ വരവ്, അവരുടെ പ്രധാന സംഭാവനകൾ, ഇത് ഇത്രയുമാണ് നമ്മൾ നോക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട് കുറേ അധികം നോട്ടുകൾ കൂടെ ഉണ്ട്. അത് നമ്മൾ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് അടുത്ത പാർട്ട് ക്ലാസ് ചെയ്യുമ്പോൾ അതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അടുത്തത് നമ്മൾ ഇന്ന് പഠിച്ച തിരുവിതാംകൂർ രാജാക്കന്മാർ, അതുപോലെ തന്നെ വിദേശ ശക്തികളായിട്ടുള്ള യൂറോപ്യന്മാരെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഈ രണ്ട് ടോപ്പിക്കിൽ നിന്നും ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ചധികം ക്വസ്റ്റ്യൻസ്, റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അതിൽ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് ഓവറോൾ വരുന്ന ചോദ്യങ്ങളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉൾപ്പെട്ട റാപ്പിഡ് ഫയറിലേക്ക് പോകാം. നോക്കാം. കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്: പ്രാചീന കാലത്ത് നൗറ എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം? കണ്ണൂർ. പ്രാചീന കാലത്ത് നൗറ എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം കണ്ണൂർ. അടുത്തത്, ചേര ഭരണകാലത്ത് ഭൂനികുതി എന്നറിയപ്പെട്ടിരുന്നതിനെ എന്താണ് അറിയപ്പെട്ടിരുന്നത്? പദവാരം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ചേര ഭരണകാലത്ത് പാന്ന് എന്നറിയപ്പെട്ടിരുന്നത് എന്തിനെയാണ്? വില നികുതിയെയാണ് പാന്ന് എന്ന് അറിയപ്പെട്ടിരുന്നത്. രാജാക്കന്മാരുടെ സ്വകാര്യ സ്വത്തായ ഭൂമി അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണ്? ചേരിക്കൽ. രാജാക്കന്മാരുടെ സ്വകാര്യ സ്വത്തായ ഭൂമി അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണ്? ചേരിക്കൽ. അടുത്തത്, പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ശ്രീ ശങ്കരാചാര്യർ. ശങ്കരാചാര്യരുടെ പ്രധാന ശിഷ്യനാരാണ്? പത്മപാദർ. ശങ്കരാചാര്യരുടെ സമാധിയായ സ്ഥലം കേദാർനാഥ്. ശങ്കരാചാര്യർ സ്ഥാപിച്ച ഉത്തരദേശത്തെ മഠം ഏതാണ്? ജ്യോതിർമഠം. ബദരീനാഥിലെ ജ്യോതിർമഠം. ശങ്കരാചാര്യർ സ്ഥാപിച്ച കിഴക്കൻ മഠം ഏതാണ്? ഗോവർദ്ധനം മഠം. ശങ്കരാചാര്യർ സ്ഥാപിച്ച പടിഞ്ഞാറൻ മഠമാണ് ശാരദാ മഠം. ദ്വാരകയിലെ ശാരദാ മഠം. അടുത്തത്, ശങ്കരാചാര്യർ സ്ഥാപിച്ച തെക്കൻ മഠം ശൃംഗേരി മഠം. കർണാടകയിലെ ശൃംഗേരി മഠം. മൂഷിക രാജവംശത്തിന്റെ തലസ്ഥാനം എവിടെയാണ്? ഏഴിമല. ചൈനീസ് യാത്രികൻ ഹുയൻസാങ് സന്ദർശിച്ച രാജകുമാരൻ, തീർത്ഥയാത്രക്കാരൻ. നാണയ നിർമ്മാണത്തിന് പ്രശസ്തനായ ഭരണാധികാരി ആരാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക്. നാണയ നിർമ്മാണത്തിന് പ്രശസ്തനായ ഭരണാധികാരി ആരാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക്. അടുത്തത്, തൊഴിലിനും നിർമ്മിതിക്കും പ്രശസ്തനായ ഭരണാധികാരി ആരാണ്? ഷാജഹാൻ. ചേരവംശത്തിന്റെ ആദ്യ തലസ്ഥാനമാണ് എവിടെ? വഞ്ചി. ചേരവംശത്തിന്റെ രാജമുദ്ര ഏതാണ്? അമ്പും വില്ലും. കുലശേഖര വംശത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? മഹോദയപുരം. കുലശേഖര വംശത്തിന്റെ സ്ഥാപകൻ കുലശേഖര വർമ്മൻ. ശങ്കരാചാര്യരുടെ സമകാലികനായ രാജാവാരാണ്? കുലശേഖര ആൾവാർ. ശങ്കരാചാര്യരുടെ സമകാലികനായ രാജാവ് കുലശേഖര ആൾവാർ. അപ്പോൾ ഇന്നത്തെ 20 ചോദ്യങ്ങളാണ് നമ്മൾ റാപ്പിഡ് ഫയറിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കേരള ചരിത്രവും ലോക ചരിത്രവുമായി ബന്ധപ്പെട്ട് ചരിത്രത്തിൽ നിന്നും ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട 20 ചോദ്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റുകളായിട്ട് ഇടാവുന്നതാണ്. അപ്പോൾ നാളെ നമ്മൾ ഫയർമാൻ പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള 3-ാം ദിവസത്തെ ക്ലാസ്സുമായി വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.